എല്ലാവർക്കും നമസ്കാരം. ഹൈജിനിക്സ് ലൈഫിന്റെ ഇന്നത്തെ ഗൂഗിൾ മീറ്റിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഈ ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻ ചെയ്യുന്നത് നമ്മുടെ ഹൈജിനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഒരാശയം അതെന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാനും ഹൈജിനിക്സ് ലൈഫ് എന്ന ഓർഗനൈസേഷൻ നടത്തുന്ന ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതിൽ നൽകുന്ന കണ്ടന്റുകൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ തന്നെ വളരെ കൃത്യമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അത് വിശദീകരിക്കാൻ, അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ, മാത്രമല്ല അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അഡ്വാൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹൈജിനിക്സ് ലൈഫിന്റെ നമ്മൾ നടത്തുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് നേച്ചർ ക്യാമ്പുകൾ അതെന്താണെന്നുള്ള കാര്യം വിശദീകരിക്കുന്ന ഒരു ചെറിയൊരു സെഷനാണ്. ഇത് ലൈവായിട്ട് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പരസ്പരം നേരിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാൻ കാരണം, നമ്മൾ വാട്സപ്പിലോ അല്ലെ ഫോണിലോ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്താലും അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിനെ അറിയാം. അപ്പൊ അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നേരിട്ട് ഒരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ സെഷനിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എന്റെ പേര് സനൂപ് നരേന്ദ്രൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കർണാടകയിൽ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വൈഫ് ഇവിടെ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചു കാലം ഇവിടത്തേക്ക് താമസം മാറ്റിയതാണ്. അപ്പൊ നമ്മുടെ ഒരു ക്യാമ്പ് സെന്റർ ആണ് കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലുള്ള പുകയൂണി ഇക്കോ ഫാം. അവിടെ എല്ലാ മാസവും നമ്മൾ ആളുകളെ അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണെന്ന് വളരെ കൃത്യമായി അവരെ പഠിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിത ശൈലിയും ഒരു ഭക്ഷണ രീതിയും ക്രമീകരിക്കാനുള്ള ഒരു പരിശീലന പരിപാടി നടത്തി വരുന്നു. ഹൈജിനിക്സ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ മൂവ്മെന്റ് ആണ്. അതായത് ആളുകൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വളരെ ശാസ്ത്രീയമായി പഠിപ്പിച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത രീതി, നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി, നമ്മുടെ സമൂഹം തുടങ്ങി നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഏതൊരു ഘടകത്തെക്കുറിച്ചും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ, അത് നമ്മുടെ ശീലങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതികളിലൂടെ ഒക്കെ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ, നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങളുടെയും പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ അമിതമായ കൊളസ്ട്രോൾ, അമിത ശരീരഭാരം, കുടവയറ്, അതുപോലെ തന്നെ ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന വൃക്കരോഗങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും സ്ട്രോക്കും എന്ന് വേണ്ട ക്യാൻസർ അടക്കം നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വരുന്ന പലതരത്തിലുള്ള ക്യാൻസറുകൾ അടക്കം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്നും അതിന്റെ കാരണങ്ങൾ എന്താണ്, അതിന്റെ കോസറ്റീവ് ഫാക്ടേഴ്സ് എന്താണെന്നും അതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ നിന്നും ഭക്ഷണ രീതിയിൽ നിന്നൊക്കെ മാറ്റി നിർത്താം, എങ്ങനെ രോഗപ്രതിരോധം ഉറപ്പുവരുത്താം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഓൾറെഡി ബാധിച്ചിട്ടുള്ള ആളുകൾക്ക്, ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനെ ജീവിതശൈലി കൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാനും അതിനെ മാറ്റിയെടുക്കാനുമുള്ള ചില രീതികൾ, വളരെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചില സിസ്റ്റംസ് പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഹൈജിനിക്സ് ലൈഫ്. ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. അപ്പൊ ഹൈജിനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ഒരാളുടെ ആരോഗ്യം എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വതന്ത്ര ഗവേഷണ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ ഒരു കൂട്ടായ്മയാണ്. സാധാരണക്കാർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള, അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ പകർന്നു നൽകുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ഹൈജിനിക്സ് ലൈഫ് നേച്ചർ ക്യാമ്പുകൾ. ഇത് കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. എല്ലാ മാസവും 2 ക്യാമ്പുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതിയുടെ ഭാഗമായി നമ്മുടെ നിത്യജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല, അല്ലെ? അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഭക്ഷണ രീതി ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റ് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെയാണ് അത് മോശമായിട്ട് ബാധിക്കുന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി, അതായത് നമ്മുടെ ഉറക്കം, നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്, നമ്മുടെ വ്യായാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓക്കെ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് വേണ്ടവണ്ണം ശ്രദ്ധിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അപ്പൊ നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള ഒരു ജീവിത രീതി, നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്നിട്ടുള്ള ഒരു ജീവിത രീതിയും ചെറുപ്പം മുതലേ ശീലിച്ചു വന്നിട്ടുള്ള ഒരു ഭക്ഷണ രീതി, നമ്മുടെ സമൂഹത്തിൽ ഉള്ള പലതരത്തിലുള്ള നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അതുപോലെ തന്നെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ഹനിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. നമുക്കിത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. കൃത്യമായി ഉറങ്ങണം എന്നുള്ള കാര്യം, കൃത്യമായി വ്യായാമം ചെയ്യണം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം, കൃത്യമായി വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം. നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ ക്വാളിറ്റിയും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഹെൽത്തി എൻവയോൺമെന്റിൽ മാത്രമേ നമുക്ക് ഒരു ആരോഗ്യ ജീവനം സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ജീവിക്കുന്ന പരിസ്ഥിതി തന്നെ രോഗം തരുന്ന രീതിയിലാണെങ്കിൽ, അല്ലെ, വായു മലിനമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം മലിനമാണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വരുന്ന മണ്ണ് മലിനമാണെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷ താപനില പോലും നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു റൂമിൽ ഒരുപാട് സമയം, വെന്റിലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു റൂമിൽ ഒരുപാട് സമയം ചെലവഴിക്കുകയാണെങ്കിൽ ആ റൂമിൽ ഉണ്ടാകുന്ന റൂം ടെമ്പറേച്ചർ, ഉയർന്ന റൂം ടെമ്പറേച്ചർ കൊണ്ടുണ്ടാകുന്ന ഹീറ്റ് സ്ട്രെസ് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ പലതരത്തിലുള്ള നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന പലതരത്തിലുള്ള സ്ട്രെസ്സേഴ്സ്, അതായത് പലതരത്തിൽ നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് ഓരോന്നിനെയായിട്ട് ശ്രദ്ധിക്കാനും നമ്മുടെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒന്നും നമുക്ക് അതാ ദിവസം കഴിഞ്ഞുകൊള്ളണമെന്നില്ല, അല്ലെ. ഇപ്പൊ നിങ്ങൾ ഒരു ടൂ വീലർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോർ വീലർ കാർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിനെ നിങ്ങൾ വളരെ കൃത്യമായി അതെങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകുക, അല്ലെ. ഇപ്പോൾ കാർ ഉപയോഗിക്കുമ്പോൾ ആ കാർ ഉപയോഗിക്കേണ്ടതിന്, ആ മെഷീൻ ഉപയോഗിക്കുന്നതിന് ചില രീതികളുണ്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലച്ച് ഉപയോഗിക്കണം, അല്ലെ. ബ്രേക്ക് ഉപയോഗിക്കേണ്ടതിന് ഒരു രീതിയുണ്ട്, ആക്സിലേറ്റർ കൊടുക്കേണ്ടതിന് ഒരു രീതിയുണ്ട്, കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും ഒക്കെ ചില രീതികളുണ്ട്. നിങ്ങൾ അത് ശരിയായ രീതിയിലല്ല ആ മെഷീൻ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ മെഷീൻ വളരെ പെട്ടെന്ന് തന്നെ കേടുവന്നു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ. ഇപ്പൊ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ക്ലച്ച് നിങ്ങൾ ഉപയോഗിച്ചില്ല എങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈന്റ് വരും. നിങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ എഞ്ചിൻ കംപ്ലൈന്റ് വരും. അപ്പോ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനെയും ഉപയോഗിക്കുന്നതിന്, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ ഉപയോഗിക്കുന്നതിന് ചില ജീവശാസ്ത്ര നിയമങ്ങളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം, മനസ്സിന്റെ ഈ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള സ്കില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ ജീവിക്കുന്ന എൻവയോൺമെന്റ്, അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് എത്ര വെള്ളം കുടിക്കണം, എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും നമ്മുടെ ശരീരം ഏറ്റവും ആരോഗ്യകരമായി നിലനിർത്തണമെങ്കിൽ, അതിന് ഏറ്റവും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ എഫിഷ്യൻസിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിത്യജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഈ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വണ്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന അതുപോലെ തന്നെ അത് ശ്രദ്ധിച്ച് ഓരോ ദിവസവും ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതിന് ചില വിയർ ആൻഡ് ടിയർ ഉണ്ടാവും, അല്ലെ. അതിന് തേയ്മാനങ്ങളും കേടുപാടുകളൊക്കെ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കും ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു 4 മാസമോ അല്ലെ 6 മാസമോ ഒരു നിശ്ചിത കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിയുമ്പോൾ നമ്മൾ ആ വണ്ടി കൃത്യമായിട്ട് സർവീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്യും, അല്ലെ. മൊത്തത്തിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതും സർവീസ് ചെയ്യുക എന്നുള്ളത്, അതിന് റിപ്പയർ വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ അത് മെഷീൻ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെ. അതൊരു യന്ത്രമായാലും നമ്മുടെ വാഹനമായാലും എല്ലാം നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ആ സർവീസ് ചെയ്യാതെ നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പൊ അത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിന് കംപ്ലൈന്റ് ഒന്നുമില്ല, അതുകൊണ്ട് പിന്നെ സർവീസ് ചെയ്യേണ്ടതില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ ഒന്നും നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മെഷീൻ കൂടുതൽ കംപ്ലൈന്റ് വരാനും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാനും പിന്നീട് അത് പെർമനന്റ് ആയിട്ട് ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ്, സർവീസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു ഡാമേജ് അതിന് സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ മനുഷ്യ ശരീരം ഓരോ ദിവസവും എങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ ശരീരത്തിലെ 11 അവയവ വ്യവസ്ഥകൾ, നമ്മുടെ ശരീരത്തിലെ 11 അവയവ വ്യവസ്ഥകളുണ്ട്. ഈ 11 അവയവ വ്യവസ്ഥകൾക്കും ഡാമേജ് വരാത്ത രീതിയിൽ അതിന്റെ ജീവശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങളുടെ ശ്വാസകോശം, നിങ്ങളുടെ ഹൃദയവും രക്തക്കുഴലുകളും, അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി മൂത്രാശയ വ്യവസ്ഥ, അല്ലെ, റീനൽ സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതേപോലെ തന്നെ നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികൾ, എൻഡോക്രൈൻ സിസ്റ്റം, നിങ്ങളുടെ മസിൽസ്, നിങ്ങളുടെ സ്കെൽട്ടൺ, നിങ്ങളുടെ സ്കിന്ന്, അതുപോലെ തന്നെ നിങ്ങളുടെ രോഗപ്രതിരോധ വ്യവസ്ഥ തുടങ്ങിയിട്ടുള്ള ഓരോ വ്യവസ്ഥകളും വളരെ കൃത്യമായി ആരോഗ്യകരമായി നിലനിൽക്കണമെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത് ഓരോ ദിവസവും ചെയ്യേണ്ട ആരോഗ്യകരമായ ശീലങ്ങളുണ്ട്. അത് കൂടാതെ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ അതിന് കേടുപാടുകൾ, തേയ്മാനങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനുഷ്യ ശരീരം ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സംഭവിക്കുന്ന ചില തേയ്മാനങ്ങളും കേടുപാടുകളൊക്കെ ഉണ്ട്. അത് ഓരോ ദിവസവും മനുഷ്യ ശരീരത്തിന് സെൽഫ് റിപ്പയറിംഗ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. രാത്രി ഉറക്കത്തിലും വിശ്രമ സമയത്തൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കേടുപാടുകൾ തീർക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്നാൽ അത് പോരാതെ നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്ന പോലെ തന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ, നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിന്ന് ഒന്ന് ബ്രേക്ക് എടുക്കാനും അതിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ സ്ട്രെസ്സുകളിൽ നിന്നും, സ്ട്രെസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് മെന്റൽ സ്ട്രെസ് ആണ്, അല്ലെ? നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന, നമുക്ക് പിരിമുറുക്കം നൽകുന്ന, നമുക്ക് ടെൻഷൻ നൽകുന്ന, ആങ്സൈറ്റി ഒക്കെ തരുന്ന, പിന്നെ ആശങ്കകളൊക്കെ തരുന്ന രീതിയിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ പലപ്പോഴും സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? മെന്റൽ സ്ട്രെസ്സുകൾ എന്നാണ് അതിന് പറയാം. എന്നാൽ ഇത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് സ്ട്രെസ് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ അത് ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ആണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിലല്ല എങ്കിൽ, അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലമാണ് നമ്മൾ തുടരുന്നതെങ്കിൽ അത് ശരീരത്തിന് വലിയൊരു സ്ട്രെസ് ആണ്. നിങ്ങൾ ജീവിക്കുന്ന എൻവയോൺമെന്റ് ആരോഗ്യകരമല്ല എങ്കിൽ, അല്ലെങ്കിൽ വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വായുവാണ് നിങ്ങൾ ശ്വസിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ആണ്. അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം നിങ്ങൾ ഓഫീസിൽ ചെലവഴിക്കുമ്പോൾ മുഴുവൻ സമയം നിങ്ങൾ ഇരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ ശരീരം ഒട്ടും മൂവ് ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങളുടെ മസിൽസ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ആണ്. വ്യായാമം ചെയ്യാതിരിക്കുന്നതും, ഇനി അമിതമായി അധ്വാനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, വിശ്രമിക്കാതെ അമിതാധ്വാനം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് ഒരു സ്ട്രെസ് ആണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് ഒരു സ്ട്രെസ് ആണ്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള സ്ട്രെസ്സേഴ്സ് ഉണ്ട്. അത് മെന്റൽ സ്ട്രെസ്സേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന ഫിസിക്കൽ സ്ട്രെസ്സേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളെ പല രീതിയിൽ ബാധിക്കുന്ന നമ്മൾ ഫിസിയോളജിക്കൽ സ്ട്രെസ്സസ് എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ എല്ലാ സ്ട്രെസ്സേഴ്സിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് നിശ്ചിതമായ ഒരു ഇടവേളകൾ, അതൊരു 4 മാസമോ 6 മാസമോ ഇനി ഈവൻ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും പോലും നമ്മുടെ ശരീരത്തിന്, നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി, എല്ലാ വണ്ടി ഓടിക്കൊണ്ടല്ലോ നമ്മൾ സർവീസ് ചെയ്യുന്നത്, അല്ലെ? വണ്ടി നമ്മൾ ഒരിടത്ത് നിർത്തി വെച്ചിട്ടാണ് അതിനെല്ലാ സർവീസും ചെയ്യുന്നത് പോലെ മനുഷ്യ ശരീരത്തിനും അത്തരത്തിലുള്ള ഒരു റിപ്പയറിംഗ് ആൻഡ് സർവീസിങ് ആവശ്യമുണ്ട്. ഓരോ ദിവസത്തെ നമ്മുടെ ശീലങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. വണ്ടി നമ്മൾ ഓരോ ദിവസവും ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് പോലെ തന്നെ, അതേപോലെ തന്നെ പ്രധാനമാണ് വണ്ടി നമ്മൾ 4 മാസമോ 6 മാസമോ ഓടുമ്പോൾ സർവീസ് ചെയ്യുന്നത് പോലെ മനുഷ്യ ശരീരം നമ്മുടെ ഇതുവരെ ബാധിച്ചിരിക്കുന്ന, നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ ഒന്ന് കംപ്ലീറ്റ് ഹീല് ചെയ്ത് നമ്മുടെ ശരീരത്തിനെ റെസ്റ്റോർ ചെയ്തെടുക്കാനുള്ള ഒരു ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെഷീൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ 4 വീലർ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു അനലോഗി സംസാരിച്ചുകൊണ്ട് ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആശയം കൃത്യമായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. ഇനിയല്ല നിങ്ങൾ ഇതിന്റെ റെക്കോർഡ് വേർഷനാണ് പിന്നീട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഞാൻ ഇത് തരുന്നതിന്റെ അടിയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാവുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഒരു ആശയം വളരെ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ ശരീരം റാൻഡം ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം അല്ല, അത് കൃത്യമായിട്ടും ചില ജീവശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ജീവശാസ്ത്ര നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം പ്രവർത്തിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്, നിങ്ങളുടെ ശ്വാസകോശം പ്രവർത്തിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്, നിങ്ങളുടെ ദഹന വ്യവസ്ഥ പ്രവർത്തിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്, നിങ്ങളുടെ നെർവസ് സിസ്റ്റം, നിങ്ങളുടെ തലച്ചോറും സുഷുമ്ന നാഡിയും നാഡികളും ഒക്കെ ചേർന്നിട്ടുള്ള സംവിധാനം പ്രവർത്തിക്കുന്നതിന് ചില അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, നിങ്ങളുടെ കിഡ്നി പ്രവർത്തിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, നിങ്ങളുടെ കരള്, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നിങ്ങളുടെ സ്കിന്നിലെ കോശങ്ങൾ, നിങ്ങളുടെ അതുപോലെ തന്നെ മസിൽസ് പ്രവർത്തിക്കുന്നതിന്റെ നിയമങ്ങളുണ്ട്. കാരണം മസിൽസ് കൃത്യമായിട്ട് പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളിൽ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻസുലിൻ പോലും ശരിയായ രീതിയിൽ ശരീരത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇൻസുലിൻ ശരിയായ രീതിയിൽ ശരീരത്തിൽ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സിസ്റ്റമാണ് നമ്മുടെ മസ്കുലാർ സിസ്റ്റം, പേശി വ്യവസ്ഥ. അപ്പൊ പേശി വ്യവസ്ഥ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് ശരീരത്തിന്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പൊ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കേവലം ഇൻസുലിന്റെ ഉൽപാദനത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല, അത് നിങ്ങളുടെ ഓരോ കോശങ്ങളുടെയും ഇൻസുലിൻ റിസപ്റ്റേഴ്സിന്റെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ടതാണ്. അത് ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മുടെ മസിൽസ് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനാണ് വ്യായാമം എന്ന് പറയുന്ന സാധനം പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വളരെ കൃത്യമായ ആരോഗ്യകരമായ ശീലങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്ക്
നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം മിനിമം ലെവലിൽ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ എങ്ങനെ വന്നാലും ഓരോ ദിവസവും ശരീരത്തിന് ചില റിപ്പയറിങ് ഒക്കെ ആവശ്യമുള്ള രീതിയിലുള്ള കേടുപാടുകളും തേയ്മാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു നിശ്ചിത ഇടവേളയിൽ ഒരു ബ്രേക്ക് എടുത്ത് ഒരു 3-4 ദിവസം മുതൽ ഒരു 7 ദിവസം വരെയൊക്കെ ഒന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്ത് നല്ല പോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു റീസ്റ്റാർട്ട് കൊടുക്കും, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ, മൊത്തത്തിലൊന്ന് ഹീൽ ചെയ്യാൻ, മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്തുകൊണ്ട് സിസ്റ്റത്തെ മൊത്തത്തിലൊന്ന് അതിന്റെ എഫിഷ്യൻസി വീണ്ടെടുക്കാൻ, അതിന്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു ആവശ്യം നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഹൈജീനിക്സ് ലൈഫിന്റെ നേച്ചർ ക്യാമ്പുകൾ. അപ്പോൾ ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഒരു ആശയം ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്. ഈ പറഞ്ഞ ഓരോ കാര്യം നമ്മുടെ ശരീരത്തിന്റെ ജീവശരീരത്തിന്റെ കോശങ്ങളുടെ നിയമം, ജീവശരീരത്തിലെ ഓരോ അവയവ വ്യവസ്ഥകളുടെ നിയമം ഒക്കെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും ഒക്കെ ചിട്ടപ്പെടുത്താനുള്ളത് മനുഷ്യന്റെ ജീവശാസ്ത്രപരമായ പ്രത്യേകതകളും അതുപോലെ തന്നെ മനുഷ്യന്റെ സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകളെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് എങ്ങനെ ഏറ്റവും നല്ല ഒരു ജീവിത രീതി ചിട്ടപ്പെടുത്താം, എങ്ങനെ ഏറ്റവും നല്ല ഒരു ഭക്ഷണ രീതി ചിട്ടപ്പെടുത്താം, എങ്ങനെ ഏറ്റവും ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി ഉറപ്പുവരുത്താം. അതായത് നിങ്ങളുടെ വീടും ചുറ്റുപാടും എങ്ങനെയാണ് ആരോഗ്യകരമായി നിലനിർത്തേണ്ടത്. നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പറ്റില്ല. എൻവയോൺമെന്റ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എൻവയോൺമെന്റൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാര്യം ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന് പറഞ്ഞ വേറൊരു ശാസ്ത്രശാഖയാണ്. അതുപോലെ തന്നെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡയറ്ററി മെഡിസിൻ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വ്യായാമം, വിശ്രമം, ഉറക്കം, മാനസിക സമ്മർദ്ദങ്ങൾ വളരെ കൃത്യമായി മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം, കൃത്യമായിട്ട് വെയിൽ കൊള്ളുക എന്നുള്ള കാര്യം, ഭക്ഷണം കൃത്യമായിട്ട് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം, ഏറ്റവും ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കുക എന്നുള്ള കാര്യം, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതിൽ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ എൻവയോൺമെന്റിനെ ഏറ്റവും ആരോഗ്യകരമായി സംരക്ഷിക്കാൻ, നിങ്ങളുടെ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടും ചുറ്റുപാടും, നിങ്ങളുടെ വീടിന്റെ ഉൾഭാഗം, നിങ്ങളുടെ ഇൻഡോർ എൻവയോൺമെന്റ്, ഓക്കെ, നിങ്ങളുടെ വീടിന്റെ അകത്തളം എങ്ങനെ ആരോഗ്യകരമായി സംരക്ഷിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്, നിങ്ങളുടെ വീടിന്റെ തൊട്ട് ചുറ്റുപാട്, നിങ്ങളുടെ ആരോഗ്യത്തെ ഏറ്റവും ആരോഗ്യകരമായി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു എൻവയോൺമെന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ രീതികൾ, വെള്ളം കുടിക്കുന്നതിന്റെ അളവ്, നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേറ്റഡ് ആവാതെയും ഹൈപ്പർ ഹൈഡ്രേഷൻ വരാതെയും എങ്ങനെ എത്ര അളവിൽ വെള്ളം കുടിക്കണമെന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും. നമ്മൾ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങൾ അല്ലെ, സിമെന്റ്, കമ്പി, മണല്, അതുപോലെ തന്നെ മെറ്റല്, പിന്നെ വെള്ളം, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ടിഷ്യൂസ് ബിൽഡ് ചെയ്യാൻ, പുതിയ ടിഷ്യൂസ് ഉണ്ടാക്കാനും പഴയ ടിഷ്യൂസ് റിപ്പയർ ചെയ്യാനും ഇതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിന് പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. ഈ റോ മെറ്റീരിയൽസ് ആവശ്യം നമുക്ക് കിട്ടുന്ന ഒരു ഉപാധിയാണ് നമ്മുടെ ഭക്ഷണം. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, എല്ലാ വൈറ്റമിൻസും, വൈറ്റമിൻ എ, ബിയിൽ തന്നെ B1, B2, B3 തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ്, അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ, മിനറൽസ്, കാൽഷ്യം, ഫോസ്ഫറസ്, സൾഫർ, സോഡിയം, പൊട്ടാസ്യം, അയൺ, അയഡിൻ, അതുപോലെ തന്നെ മഗ്നീഷ്യം, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ധാതുക്കൾ, കൂടാതെ പലതരത്തിലുള്ള ആന്റി ഓക്സിഡൻസ്, ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ചെടികളിൽ നിന്ന് കിട്ടുന്ന ചില പോഷക ഘടകങ്ങൾ, ഡയറ്ററി ഫൈബർ, ഇതെല്ലാം കൃത്യമായ അളവിലും അനുപാതത്തിലും മനുഷ്യ ശരീരത്തിന് ഓരോ ദിവസവും കൊടുത്താൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണോ ഒരു സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഉള്ള കോൺക്രീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, ക്വാളിറ്റി ഉള്ള കോൺക്രീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, അതേപോലെ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ, മനുഷ്യ ശരീരത്തിലെ ടിഷ്യൂസ് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ രീതിയിലുള്ള റോ മെറ്റീരിയൽസ് ഓരോ ദിവസവും ശരീരത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ശരീരത്തിൽ 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിത്യവും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ 3 തരത്തിലുള്ള പ്രക്രിയകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ ബാഹ്യ പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങളെ സ്വീകരിക്കലാണ്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും നമ്മുടെ ബാഹ്യ പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ വെയിൽ കൊള്ളൽ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബാഹ്യ പ്രകൃതിയിൽ നിന്ന് ആവശ്യമുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ, അത് നമ്മുടെ ശരീരത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമുക്ക്
ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഓക്സിജൻ സ്വീകരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളിൽ നടക്കുന്ന മെറ്റബോളിസം, അതുപോലെ തന്നെ വെള്ളം, നമ്മുടെ കോശങ്ങളിലെ വെള്ളത്തെ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകഘടകങ്ങൾ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഫാറ്റ് മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസം തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകളും എൻസൈമുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിംഗ് വർക്കുകൾ ചെയ്യണമെങ്കിൽ ഒക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രക്രിയകളുണ്ട്. ഇങ്ങനെ നിരവധി പ്രക്രിയകൾ നമ്മുടെ ശരീരത്തിൽ ആന്തരികമായിട്ട് നടക്കും. അതായത് ബാഹ്യപ്രകൃതിയിൽ നിന്നും എടുക്കുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ ശരീരകോശങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗം ഈ പ്രോസസ്സുകളുടെ ബാക്കി പത്രമായിട്ട് വരുന്ന ബൈ പ്രൊഡക്ട്സ്, മെറ്റബോളിക് വേസ്റ്റുകൾ എല്ലാം ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ട് നീക്കം ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് കൂടി നടക്കും. അങ്ങനെ 3 തരത്തിലുള്ള പ്രക്രിയകൾ. ഒന്ന്, ബാഹ്യപ്രകൃതിയിൽ നിന്ന് പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് ശരീരത്തിനുള്ളിലേക്ക് സ്വീകരിക്കുക എന്നുള്ള കാര്യം. 2, ആ സ്വീകരിച്ച ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള പ്രക്രിയകൾ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ശരീരം തന്നെ ഉണ്ടാക്കിയെടുക്കുക, സിന്തസൈസ് ചെയ്യുക എന്നുള്ള കാര്യം. മൂന്നാമത്തെ ഭാഗം അതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ശരീരത്തിന് കൃത്യമായിട്ട് നീക്കം ചെയ്യുക എന്നുള്ള കാര്യം. ഈ 3 കാര്യങ്ങളും ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് നടക്കാൻ കഴിഞ്ഞാലാണ് ശരീരം അതിന്റെ ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ് നിലനിർത്താൻ പറ്റുക. ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ആന്തരിക സന്തുലനം എന്ന് പറയും. ആന്തരിക സന്തുലനം അല്ലെങ്കിൽ സ്ഥിതിസ്ഥിരത എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാവരുത്, കുറവുമാവരുത് അല്ലെ, കൃത്യമായ ഒരു അളവിലായിരിക്കണം. നമ്മുടെ ശരീരത്തിന്റെ രക്തസമ്മർദ്ദം കൃത്യമായ ഒരു അളവിലായിരിക്കണം. കൂടുകയും ചെയ്യാൻ പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ശരീരത്തിലെ ബ്ലഡിലുള്ള സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെ അളവ് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അയഡിൻ തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെ അളവ് അല്ലെ, നമ്മുടെ രക്തത്തിലുള്ള പലതരത്തിലുള്ള പ്രോട്ടീനുകളുടെ അളവ് അല്ലെ, രക്തകോശങ്ങളുടെ അളവ്, ഇതെല്ലാം കൃത്യമായ ഒരളവിലായിരിക്കണം, ഒരു റേഞ്ചിലായിരിക്കണം. അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 3 പ്രക്രിയകളിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഒരു ഇംബാലൻസ്, ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടായാൽ, അതായത് നിങ്ങൾ പുറത്തു നിന്ന് എടുക്കുന്ന റോ മെറ്റീരിയൽസിൽ ഒരു ഇംബാലൻസ് ഉണ്ടായാൽ, അത് ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അതിന്റെ മെറ്റബോളിസത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇംബാലൻസ് ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് വളരെ കൃത്യമായി കഴിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ ആ കാർബോഹൈഡ്രേറ്റ് നിങ്ങളുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ നിങ്ങളുടെ കോശങ്ങളിൽ അതിന്റെ ശരിയായ മെറ്റബോളിസത്തിന് വിധേയമായില്ല എങ്കിൽ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ഫങ്ഷൻ വന്നാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇനി അതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉച്ഛ്വാസവായു വഴി നിങ്ങൾ കഴിയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന സാധനങ്ങൾ, മലത്തിലൂടെ പുറന്തള്ളുന്ന സാധനങ്ങൾ, നമ്മൾ വേർപ്പിലൂടെ പലപ്പോഴൊക്കെ പുറന്തള്ളുന്ന ലവണങ്ങൾ, ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് അതിന്റെ എക്സ്ക്രീഷൻ നടന്നില്ല എങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ പ്രക്രിയകളും വളരെ കൃത്യമായി ബാലൻസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു ശരീരത്തിൽ മാത്രമേ നമുക്ക് ഈ സ്ഥിരത ഉറപ്പുവരുത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള ആരോഗ്യകരമായ ശീലങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ശരീരത്തിലെ എല്ലാ മസിൽസും ഉപയോഗിക്കുന്ന, എല്ലാ ജോയിന്റ്സും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ലളിതമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രാത്രി കൃത്യമായിട്ട് ഒരു 7 മണിക്കൂർ എങ്കിലും ക്വാളിറ്റി സ്ലീപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യം, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഹാർവെസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വെയിൽ കൊള്ളുക എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ ഭക്ഷണം ആരോഗ്യകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പോഷകഘടകങ്ങളും കിട്ടുന്ന രീതിയിൽ കഴിക്കുക എന്നുള്ള കാര്യം, ഇതെല്ലാം കൃത്യമായി ഓരോ ദിവസവും നമ്മൾ ചെയ്തു പോകേണ്ടതുണ്ട്. ഇത് ചെയ്തു പോയില്ലെങ്കിൽ എന്ത് പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മളൊരു മെഷീൻ തെറ്റായി ഉപയോഗിക്കുന്നത് പോലെ, ഒരു മെഷീൻ തെറ്റായി ഉപയോഗിച്ചാൽ എങ്ങനെയാണോ ആ മെഷീന്റെ എഫിഷ്യൻസി അത് ബാധിക്കുന്നത്, ഒരു വാഹനം നിങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെ, തെറ്റായ രീതിയിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ ആ വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാക്കും. ഈ ഡാമേജുകളാണ് നമുക്ക് ഇന്ന് ആധുനിക സമൂഹത്തിൽ കാണുന്ന പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, അമിതമായ കൊളസ്ട്രോൾ, അമിത ശരീരഭാരം, കുടവയർ, അതുപോലെ തന്നെ വൃക്കരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക്, നമ്മുടെ കോശങ്ങളെ ബാധിച്ചിട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള ക്യാൻസറുകൾ. ഇപ്പൊ ഈവൻ അമിത ശരീരഭാരമുള്ള ഒരാളുടെ ശരീരത്തിൽ ഇപ്പോ ഫാറ്റ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ഒറ്റ കാരണം മതി പലതരത്തിലുള്ള ക്യാൻസർ റിസ്കുകൾ കൂടാൻ. ഇപ്പോ ഏറ്റവും പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്, അമിതമായിട്ട് ശരീരത്തിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ, അമിത ശരീരഭാരം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആമാശയത്തിലും, അതുപോലെ തന്നെ കരളില്, കിഡ്നിയില്, അതുപോലെ തന്നെ മലാശയം, റക്റ്റം അല്ലെ, വൻകുടല്, അതുപോലെ തന്നെ നിങ്ങളുടെ അന്നനാളം, അതുപോലെ തന്നെ പുരുഷന്മാരില് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയില്, സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഒഴിച്ചിട്ടുള്ള ക്യാൻസറുകൾ, കൂടാതെ സെർവിക്സിലെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ എൻഡോമെട്രിയത്തിലെ ക്യാൻസർ, അതുപോലെ തന്നെ ഓവറിയിലെ ക്യാൻസർ, ഇതൊക്കെ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം പഠനങ്ങൾ കാണിക്കുന്നു. അമിത ശരീരഭാരം എന്ന് പറയുന്ന ഒറ്റൊരു പ്രശ്നം, അല്ലെങ്കിൽ ആ ശരീരത്തിൽ അമിതമായിട്ട് ആവശ്യമില്ലാത്ത അളവിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന റിസ്കുകളാണ്. അപ്പൊ നമ്മള്
കാർബോഹൈഡ്രേറ്റിൽ നിന്നും കൊഴുപ്പിൽ നിന്നുമൊക്കെയുള്ള കലോറി ബാലൻസ് ചെയ്ത് കഴിച്ചില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് വരും. ഇനി അമിതമായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ശരീരത്തിൽ ചിലപ്പോൾ ഇല്ലാത്ത അല്ലെങ്കിൽ പുറമേ കാണപ്പെടാത്ത ആൾക്കാരിൽ പോലും ഇന്റേണൽ ഓർഗാൻസിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഇപ്പൊ ലിവർ വളരെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ പോലും ലിവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഫാറ്റ് ലിവർ ഉണ്ടാവും. അത് ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കാർബോഹൈഡ്രേറ്റിന്റെയും ഫാറ്റിന്റെയും ഒക്കെ മെറ്റബോളിസം ശരിയായ രീതിയിൽ നടന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധ്യമല്ലാതെ വരും, അല്ലെ? അപ്പോ ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആധുനിക ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ശരീരത്തെ, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഹൈജീനിക്സ് ലൈഫിന്റെ നേച്ചർ ക്യാമ്പുകൾ. കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മലയോര ഗ്രാമത്തിൽ ഒരു ഹിൽ ടോപ്പിൽ പുകയൂണി ഇക്കോ ഫാം എന്ന് പറയുന്ന ഒരു 5 ഏക്കർ ഫാമിലാണ് ഈ ക്യാമ്പുകളും ട്രെയിനിങ് പ്രോഗ്രാംസും നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു സ്ക്രീൻ ഷെയറിംഗ് കൂടി കാണിച്ചിട്ട് ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കും. പിന്നെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളായിരിക്കും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്ന സ്ലൈഡ്സ് ഒന്ന് കാണണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഹൈജീനിക്സ് ലൈഫ് നേച്ചർ ക്യാമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട്, ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും ഭീമമായ ചികിത്സാ ചെലവുകളിൽ നിന്നും മുക്തമാക്കാനുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഹൈജീനിക്സ് ലൈഫ്. അപ്പൊ ഹൈജീനിക്സ് ലൈഫിന്റെ ആരോഗ്യ പഠന പ്രകൃതി സഹവാസ ക്യാമ്പ് വളരെ കൃത്യമായി യോഗയും വ്യായാമവും കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികളും മാനസിക സമ്മർദ്ദങ്ങളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലാസ്സുകളും കൃത്യമായി ഉറക്കത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ പരിസ്ഥിതി തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പരിശീലന പരിപാടിയാണിത്. ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് സ്വതന്ത്രമായി പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഓക്കെ, ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇത്തരം വിഷയങ്ങൾ സാധാരണക്കാരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നത്. ഈ ട്രെയിനിങ് പ്രോഗ്രാംസിന് ബേസ് ചെയ്തിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഹൈജീനിക്സ് ലൈഫിന്റെ ലൈബ്രറി. ഓക്കെ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ നടത്തിവരുന്ന പ്രോഗ്രാമുകളിലുള്ള ആളുകളുടെ ചിത്രങ്ങൾ, ക്യാമ്പിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ട് നടത്തുന്ന പലതരത്തിലുള്ള പ്രോഗ്രാംസ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പുകൾ. ഇതാണ് ഹൈജീനിക്സ് ലൈഫിന്റെ നേച്ചർ ക്യാമ്പുകൾ പുകയൂണി ഇക്കോ ഫാമിൽ വെച്ച് നടക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്ന പ്രോഗ്രാംസിന്റെ ചിത്രം ഇതാണ്. ഹൈജീനിക്സ് ലൈഫ് അക്കാദമി അല്ലെങ്കിൽ പുകയൂണി ഇക്കോ ഫാം നമ്മളെ പ്രോഗ്രാം നടക്കുന്ന ക്യാമ്പ് സെന്റർ ആണിത്. ഓക്കെ, ഇതാണ് അവിടെ ക്ലാസ് നടക്കുന്ന നമ്മുടെ ഹാൾ, ഇതാണ് കോൺഫറൻസ് റൂം, ഇതാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫാം. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുക. രാത്രി നമ്മൾ ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ചില കൾച്ചറൽ ആക്ടിവിറ്റീസും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാമെന്നതാണ് ഈ ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, ആലോചിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാഹചര്യം കിട്ടിയിട്ടില്ലാത്ത നിരവധി ശാസ്ത്രീയമായ അറിവുകൾ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തിനെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാനും അതിനെ ഏറ്റവും ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുമുള്ള ശാസ്ത്രീയമായ അറിവുകളാണ് നൽകുക. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകളുടെ ഫോട്ടോസ് ആണ്. ഒരു ബാച്ചില് 15 പേർക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്. ഇതാണ് പുകയൂണി ഇക്കോ ഫാം. പുകയൂണി എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ പേരാണ് കേട്ടോ. ഒരു പ്രാദേശികമായിട്ട് അവിടെ വിളിക്കുന്ന ഒരു പക്ഷിയുടെ പേര്, പനങ്കാക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ റോളർ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ പേരാണ് പുകയൂണി എന്ന് പറയുന്നത്. ആ പക്ഷികളെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രാമമായതുകൊണ്ടാണ് ആ ഫാമിന് നമ്മൾ പുകയൂണി ഇക്കോ ഫാം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോർമെട്രി സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ടെന്റ് സ്റ്റേ ഉണ്ട്, കൂടാതെ റൂം സൗകര്യങ്ങളും ഉണ്ട്. ഓക്കെ, ക്യാമ്പിൽ നിരവധി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ സ്പെഷ്യൽ ഫാമിലി കോട്ടേജ് ആണ്. ഓക്കെ, ഇത് റൂം സൗകര്യങ്ങൾ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ പുതിയ റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 3 പുതിയ റൂമുകൾ, 3 അല്ല 5 പുതിയ റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ക്യാമ്പിനെ
പലതരത്തിലുള്ള പഠന പരിപാടികൾ കൂടാതെ ജോസ്ഗിരി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു മലയോര ഗ്രാമമാണ്. അപ്പൊ അവിടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട്, ട്രക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. കൂടാതെ നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഭയങ്കരമായിട്ട് ചൂടുള്ള സമയമാണ് ഇതല്ലേ, എല്ലാവർക്കും അറിയാം. എല്ലാവരും സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടില് വല്ലാണ്ട് ബുദ്ധിമുട്ടുകായിരിക്കും. അപ്പൊ എന്നാൽ ഈ ഹൈജനിക്സ് ലൈഫിന്റെ ഈ ക്യാമ്പ് സെന്റർ, കണ്ണൂർ ജില്ലയിലെ ഈ പുകയൂണി ഈക്കോ ഫാം, നിങ്ങൾക്ക് രാത്രി ഫാൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റുന്ന നല്ല തണുത്ത കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഫാനിന്റെ ആവശ്യമില്ലാന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പുതപ്പ് മൂടിയിട്ട് കിടക്കേണ്ടി വരും. ആ രീതിയിൽ ഒരു ഇളം തണുപ്പ് കൂടിയുള്ള നല്ല കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് ഈ കടുത്ത വേനലിൽ പോലും. ഓക്കെ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പോലും നിങ്ങൾക്ക് ഇതേ തണുപ്പ് രാത്രി അവിടെ ലഭ്യമായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാലാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നല്ല ട്രക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. അവിടേക്കുള്ള ട്രക്കിംഗ് ഉണ്ടാവും. നമുക്ക് ഒരു ദിവസം നമ്മൾ തിരുനെറ്റിക്കല്ല്, അതുപോലെ തന്നെ തെരുവമല തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള ട്രക്കിംഗ് ഉണ്ട്. ഇതാണ് പുകയൂണി എന്ന് പറയുന്ന പക്ഷി കേട്ടോ, ഇന്ത്യൻ റോളർ അല്ലെങ്കിൽ പനങ്കാക്ക എന്ന് പറയുന്ന പക്ഷി ഇതാണ്. ഈ പക്ഷിയുടെ പേരിലാണ് ഈ പുകയൂണി എന്ന് പറയുന്ന അവിടെ പ്രാദേശികമായിട്ട് ആ പക്ഷിക്ക് വിളിക്കുന്ന പേരാണ്. ഈ പക്ഷിയുടെ പേരാണ് നമ്മുടെ ഫാമിന് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് മൺസൂൺ ടൈമിലെ ചിത്രമാണ്, ഇത് വിന്റർ സമയത്തെ ചിത്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ വണ്ടി നമ്മുടെ ഫാമിന്റെ ഉള്ളിൽ വരെ വരും. വണ്ടി നിങ്ങൾക്ക് ഫാമിന്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാം. മോർണിംഗ് വാക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ എക്സസൈസ് പ്രാക്ടീസ് ഉണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തെരുവമല എന്ന് പറയുന്ന ഹിൽ ടോപ്പ്. ഇവിടത്തേക്ക് നമുക്ക് പിന്നെ നടന്ന് കയറി മനോഹരമായിട്ടുള്ള 360 ഡിഗ്രി വ്യൂ കാഴ്ചകൾ കാണാം. ഓക്കെ, പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ അവിടെ നടത്താറുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ നടത്താറുണ്ട്, മുതിർന്ന ആളുകൾക്കുള്ള ക്യാമ്പുകൾ നടത്താറുണ്ട്. ഓക്കെ, ഇതാണ് പുകയൂണി ഈക്കോ ഫാം. അതുപോലെ തന്നെ ഫാമിന്റെ തൊട്ട് പുറകിൽ താബോർ ഹിൽസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹിൽ ടോപ്പ് ഉണ്ട്. നിങ്ങൾ കാസർഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യം കാണിക്കുന്ന ഹിൽ ടോപ്പ് ഈ താബോർ കുരിശുമല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓലകെട്ടി വാണമല എന്ന് അറിയപ്പെടുന്ന ഒരു ഹിൽ ടോപ്പാണ്. ഓക്കെ, അവിടെ വെച്ചിട്ടുള്ള ഒരു ചിത്രമാണിത്. അപ്പൊ അവിടെ വെച്ചിട്ടും ഇതേപോലെ ക്ലാസ്സുകളും ചെറിയ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ജോസ്ഗിരി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മേലെ അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ അനുഭവപ്പെടുന്ന തണുപ്പും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മൾ നിങ്ങളെ ക്യാമ്പിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മനോഹരമായിട്ട് പിന്നെ സൺറൈസും സൺസെറ്റ് ഒക്കെ കാണാവുന്ന പോയിന്റ്സും ഒക്കെ ഈ ജോസ്ഗിരിയിലുണ്ട്. ഇതാണ് നമ്മുടെ ഫാം. അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി നിങ്ങളെ ക്യാമ്പിൽ പഠിപ്പിക്കും. ആരോഗ്യകരമായിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ലഞ്ച്, നമ്മുടെ ഡിന്നർ, ഇതൊക്കെ എങ്ങനെ ആരോഗ്യകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് കഴിക്കണം. അതുപോലെ തന്നെ പ്രമേഹം, അതുപോലെ തന്നെ ഏതെങ്കിലും രോഗങ്ങളുള്ള ആളുകൾക്ക് എങ്ങനെ ആ രോഗങ്ങളെ നിയന്ത്രിക്കാനും ശമിപ്പിക്കാനും രീതിയിൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഭക്ഷണ രീതികൾ, കുട്ടികൾക്കുള്ള ഭക്ഷണ രീതികൾ, പ്രായമായ ആളുകൾക്കുള്ള ഭക്ഷണ രീതികൾ, ഇങ്ങനെ നിരവധി ഭക്ഷണ രീതികൾ ക്യാമ്പിൽ പഠിപ്പിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമ രീതികളുണ്ട്. യോഗയും പലതരത്തിലുള്ള എയറോബിക് എക്സസൈസുകളും സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ക്യാമ്പിൽ പഠിപ്പിക്കും. പലതരത്തിലുള്ള പാചക ക്ലാസ്സുകളുണ്ട്. അതായത് നമ്മുടെ ആരോഗ്യകരമായ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, രുചികരവും ഒരേ സമയം ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, നമ്മുടെ പാരമ്പര്യമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഹൈജനിക്സ് ലൈഫിന്റെ ഈ നേച്ചർ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലിയും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിയും ആരോഗ്യകരമായിട്ടുള്ള പരിസ്ഥിതി, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്രിവെൻഷൻ, അതിന്റെ മാനേജ്മെന്റ്, അമിത ശരീരഭാരമുള്ളവർക്ക് അത് മാറ്റിയെടുക്കാനുള്ള പിന്നെ വെയിറ്റ് ലോസ് ഡയറ്റ് ചാർട്ടുകൾ, യോഗ എക്സസൈസ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്കൊരു 4 ദിവസം ഒന്ന് ചെലവഴിക്കാനുള്ള ഒരു നേച്ചർ ക്യാമ്പ് ആക്ടിവിറ്റീസ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഉത്തരം. ഞാൻ ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം എന്താണ് ഇതിന്റെ പ്രസക്തി എന്നുള്ളൊരു കാര്യം. നമുക്ക് ഓരോരുത്തരുടെയും വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും തന്നെ സ്വന്തം ആരോഗ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനാരോഗ്യകരമായ ശീലങ്ങളാണ് നമ്മളെ രോഗികളാക്കുന്നത്. അനാരോഗ്യകരമായ ശീലങ്ങളെ മാറ്റി ആരോഗ്യകരമായ ശീലങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. എല്ലാ എങ്കിൽ മുഴുവൻ പൈസയും നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഞാൻ ഇതിന്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മളെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുടെയും കൃത്യമായ പ്രതിരോധം നമുക്ക് സാധ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന രോഗങ്ങൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ അശ്രദ്ധ കൊണ്ടും അജ്ഞത കൊണ്ടും നമ്മൾ ഇതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാത്തത് കൊണ്ടും മാത്രം ഉണ്ടാവുന്ന രോഗങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ രോഗങ്ങൾ പോലും നമ്മളെ ബാധിക്കുന്നതും അപകടത്തിലാക്കുന്നതും നമ്മുടെ ആരോഗ്യം മോശമാകുന്ന ഒരു അവസ്ഥയിലാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 2019-20 സമയത്ത്
കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ആളുകളിലെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള പഠനം. ആധുനിക ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാരിലാണ് ഭൂരിഭാഗം കോവിഡ് ഡെത്തുകളും നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ രോഗപ്രതിരോധവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയും നമ്മുടെ ആരോഗ്യവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മൾ വെയിൽ കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈറ്റമിൻ ഡിയും നമ്മുടെ രോഗപ്രതിരോധവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഹൈജീനിക്സ് ലൈഫിന്റെ 8 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ജീവിതശൈലി ചിട്ടപ്പെടുത്താനുള്ള ഒരു പരിശീലന പരിപാടിയാണ്. അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒക്കെ പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന്റെ ഓരോ ഡയമെൻഷൻസും, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, എൻവയോൺമെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹെൽത്ത് സ്പെക്ട്രം അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടിന്യൂം എന്ന് പറയുന്ന ഒരു ആശയം, നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കോശമായി തുടങ്ങി നമ്മൾ 100 ട്രില്യൺ കോശങ്ങളായിട്ട് മാറി വരുന്ന മനുഷ്യ ശരീരത്തിന്റെ പരിണാമത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട് തന്നെ അതിൽ ഓരോ ഘട്ടത്തിലും, അതായത് നമ്മുടെ ബാല്യ, ശൈശവ, കൗമാര ഘട്ടങ്ങളിലും, യുവത്വത്തിലും, മധ്യവയസ്സിലും, പ്രായമാകുന്ന ഘട്ടങ്ങളിലും എല്ലാം തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഓരോ ഘടകങ്ങളും സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. എന്താണ് രോഗങ്ങളെന്നും എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നും രോഗത്തിന്റെ കാരണങ്ങളും എല്ലാം വിശദീകരിക്കുന്ന സെഷൻസും എല്ലാം ഇതിന്റെ ക്യാമ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി, പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമുള്ള സമഗ്രമായിട്ടുള്ള അറിവും അന്വേഷണവും, അത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, കുട്ടികളുടെ ആരോഗ്യം തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഈ ക്യാമ്പിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. എന്റെ വാട്സ്ആപ്പ് നമ്പർ 6238589033. ഈ നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. ക്യാമ്പുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഞാൻ ക്യാമ്പിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ ഒക്കെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് നോക്കാവുന്നതാണ്. www.hygienicslife.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഈ വിവരങ്ങളെല്ലാം ലഭ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം 4 ദിവസത്തെ പ്രോഗ്രാമാണ്. കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരിയിലാണ് ഈ പ്രോഗ്രാം. ഏകദേശം 12 മണിക്കൂറിൽ മേലെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സുകളും 6 മണിക്കൂറോളം യോഗ വ്യായാമ പരിശീലനങ്ങളും 30ഓളം വിഷയങ്ങളുടെ പഠനങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. കോഴ്സിന്റെ സിലബസ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഒരാളുടെ ഫീസ് എന്ന് പറയുന്നത് 7500 രൂപയാണ്. ഭക്ഷണവും താമസവും, ഞാൻ നൽകുന്ന ക്ലാസ്സുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസ്, അവിടുത്തെ നേച്ചർ ആക്ടിവിറ്റീസ് എല്ലാം കൂടെയാണ് ഈ 7500 രൂപ. 2 പേര് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ റൂമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 7 ഫാമിലിക്ക് നമ്മൾ റൂമുകൾ നൽകുന്നതായിരിക്കും. ഇപ്പൊ മാർച്ച് 31 വരെ ഒരു ഓഫർ ഉണ്ട്. റൂമിന് അധിക ചാർജ് ഇല്ലാതെ 2 പേരുടെ ക്യാമ്പ് ഫീസിൽ, ഡോർമെറ്ററി ഫീസിൽ തന്നെ നിങ്ങൾക്ക് റൂം ലഭിക്കുന്നതായിരിക്കും എന്നുള്ളൊരു ഓഫർ ഉണ്ട്. അത് മാർച്ച് 31 വരെയുള്ള ക്യാമ്പിനേ ഉള്ളൂ. ഏപ്രിൽ 1 മുതൽ ആ ഫീസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. റൂമിന് ഒരു 1000 റുപ്പീസോ 2000 റുപ്പീസോ ഒക്കെ ആയിട്ട് അധികം നൽകേണ്ടതായിട്ട് വരും. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് പിന്നീട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഒരു 7500 രൂപ പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ പ്രോഗ്രാം 7500 രൂപ എന്ന് പറയുന്നത് ഒരു നഷ്ടമായിരിക്കില്ല എന്ന് ഞാൻ 100% ഉറപ്പ് നൽകുന്നു. ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും നിങ്ങളുടെ ഈ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അറിവാണ് നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ നൽകുന്നത്. മാത്രമല്ല ഹൈജീനിക്സ് ലൈഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഇത് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കും. ഒരു ഓൺലൈൻ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയറിങ് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ എനേബിൾ ആക്കുന്നു. അപ്പൊ ഇതുവരെ എന്നെ കേട്ടു നിന്ന ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ച് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ എനേബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. അധികം സമയമില്ല, വളരെ പെട്ടെന്ന് ചോദിക്കുക. ഒരു 10 മണിയാകുമ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ജീവിക്കുന്ന എൻവയോൺമെന്റ് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ എയർ ഹൈജീൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വീടിന്റെ ഉള്ളിലും നിങ്ങളുടെ വീടിന്റെ തൊട്ട് ചുറ്റുവട്ടത്തും ഉള്ള എയർ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. 2 വെള്ളം കൃത്യമായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഡീഹൈഡ്രേഷൻ വരരുത്, അതുപോലെ തന്നെ ഹൈപ്പർ ഹൈഡ്രേഷനും വരരുത്. ആ രീതിയിൽ ഏറ്റവും കൃത്യമായിട്ട് ശരീരത്തെ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക. 3 ഭക്ഷണം ശ്രദ്ധിക്കുക.
പ്രോപ്പർ ആയിട്ടുള്ള കലോറി, ബാലൻസ്ഡ് ആയിട്ടുള്ള കലോറി, ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് വരുന്ന രീതിയിൽ ഭക്ഷണ രീതി ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അതുപോലെ തന്നെ വെയിൽ കൊള്ളുക, എല്ലാ ദിവസവും കൃത്യമായിട്ട് വെയിൽ കൊള്ളുക. 5, കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉറപ്പുവരുത്തുക. ഒരു അരമണിക്കൂറെങ്കിലും രാവിലെ വൈകിട്ടൊക്കെ നടക്കുക എന്നുള്ളൊരു കാര്യം. ആവശ്യത്തിന് മെന്റൽ ആൻഡ് ഫിസിക്കൽ റെസ്റ്റ് ഉറപ്പുവരുത്തുക. മാനസികവും ശാരീരികവുമായ വിശ്രമം ഉറപ്പുവരുത്തുക. അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണത്. അടുത്തത് പ്രധാനമായിട്ടും നിങ്ങൾ ഉറക്കം, ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള സ്ലീപ്പ്, നല്ല ക്വാളിറ്റി സ്ലീപ്പ് ശരീരത്തിന് കൊടുക്കുക എന്നുള്ള കാര്യം. വേറെ ഒന്ന് സ്ട്രെസ് മാനേജ് ചെയ്യുക. നമ്മുടെ മാനസികമായിട്ട് നമ്മളെ ബാധിക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന, പിരിമുറുക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തി വളരെ കൃത്യമായിട്ട് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് സ്ട്രെസ്സിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ, ഒരു ലൈഫ് സ്റ്റൈൽ പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട, ഇതാണ് 8 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട 8 ശീലങ്ങൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടി അത് ഞാനൊന്ന് സംഗ്രഹിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഹലോ, കേൾക്കാമോ? ചോദിച്ചോളൂ. കേൾക്കാം, ഇപ്പൊ പറഞ്ഞോളൂ. ഈ മാർച്ച് 7 തൊട്ട് ക്യാമ്പ് എന്ന് പറയുമ്പം 7-ാം തീയതി എത്ര മണിക്കാവും ക്യാമ്പ് തുടങ്ങുക? 7-ാം തീയതി ഉച്ചക്കാണ് നമ്മൾ എല്ലാ ക്യാമ്പുകളും ആരംഭിക്കുന്നത് ഉച്ചക്കാണ്. ഉച്ചഭക്ഷണം ക്യാമ്പിൽ ഉണ്ടാവും. നിങ്ങളൊരു 12 മണിക്കും 1 മണിക്കും ഇടയിലായിട്ട് ക്യാമ്പിൽ എത്തുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, ഭക്ഷണം കഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഹെൽത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഒന്ന് ഡീറ്റെയിൽസ് എടുക്കും. എന്നിട്ട് അതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒരു ചെറിയൊരു യാത്രാ ക്ഷീണമൊക്കെ മാറിയതിനു ശേഷം നമ്മൾ ക്യാമ്പ് ആരംഭിക്കും, സെഷൻസ് ആരംഭിക്കും. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് രാവിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് രാവിലെ തന്നെ ക്യാമ്പിലേക്ക് വരാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ക്യാമ്പിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കാം. നിങ്ങളുടെ റൂമും താമസ സൗകര്യങ്ങളൊക്കെ രാവിലെ മുതലേ നമ്മൾ തയ്യാറാക്കി തരും. ഇനി രാവിലെ പുറപ്പെട്ടിട്ട് ഉച്ചക്ക് എത്താൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെയും വരാം ക്യാമ്പിലേക്ക്. അപ്പൊ ഉച്ചക്ക് ഒരു 1 മണിക്ക് മുമ്പേ ക്യാമ്പിൽ എത്തണം എന്നുള്ളതാണ്. അവസാന ദിവസം ഉച്ചക്ക് 1 മണിയോടുകൂടി ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊരു 2 മണിക്കുള്ളിൽ ക്യാമ്പ് അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, ഈ പയ്യന്നൂരിന്ന് ക്യാമ്പിലേക്ക് വരുന്നതോ നമ്മള് സ്വന്തമായിട്ടാണോ? സ്വന്തമായിട്ടാണ്. നിങ്ങൾ ക്യാമ്പിലേക്ക് നിങ്ങൾ എത്തണം. കാരണം ഓരോരുത്തരും ഓരോ സമയത്താണല്ലോ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ. എത്ര ദൂരമുണ്ട് ബസ്? 1.5 മണിക്കൂർ ബസ് യാത്ര. ബസ് അവിടെ വരെ ഡയറക്റ്റ് കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് ജോസ്ഗിരി ടൗൺ വരെ. ജോസ്ഗിരി ടൗണിൽ നിന്ന് നമ്മുടെ ഫാമിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ ഓട്ടോ ലഭ്യമാണ്, ഓട്ടോറിക്ഷ ഉണ്ടാവും. യാത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. കൊച്ചു കുട്ടികളെയും കൊണ്ട് വരികയാണെങ്കിൽ ഫീസിന് ഇളവുണ്ടോ? ഒരു 8-9 വയസ്സുള്ള കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ ഫീസ് ഇല്ല. കുട്ടികൾക്ക് ഒരു ഭക്ഷണ ചെലവും ചെറിയൊരു താമസ ചെലവും മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എന്നെ പേഴ്സണലി ഒന്ന് ബന്ധപ്പെട്ടാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് മുതിർന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഫീസ് 7,500. കുട്ടികളെ കൊണ്ടുവന്നാൽ കുഴപ്പമില്ല, ഈ ട്രക്കിംഗ് ഒക്കെ പോകുമ്പോൾ? ഒരു കുഴപ്പമില്ല. കുട്ടികളെ കൊണ്ടുവന്നോളൂ. എല്ലാ ക്യാമ്പിലും കുട്ടികൾ ഉണ്ടാവാറുണ്ട്. താങ്ക് യു. വെൽക്കം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കൂ. നിങ്ങൾ മടിച്ചു വെക്കേണ്ടതില്ല, പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി സംസാരിക്കാൻ മടിയുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി, ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഇപ്പൊ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്നാണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ആദ്യമായിട്ട് ഈ ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ആ ഹാൻഡ് റൈസ് ഓപ്ഷൻ ഒന്ന് ചെയ്യാമോ? റൈസ് ഹാൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാം.
ആദ്യമായിട്ടാണ് നമ്മൾ ഹൈജീനിക്സ് ലൈഫിന്റെ ഇങ്ങനെ ഒരു ഓൺലൈൻ സെഷൻ അല്ലെങ്കിൽ ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് പരിചയപ്പെടുന്നത് എന്നുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഓക്കെ, നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ കാണാം. മുന്നേ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾ ആരും ഞാൻ കാണുന്നില്ല. ക്യാമ്പിൽ പങ്കെടുത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരും ഉണ്ടോ? ക്യാമ്പിൽ പങ്കെടുത്ത ഒരാളെ കാണുന്നുണ്ട്, വിജയകുമാർ സാർ. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. സാറേ ഒന്ന് ക്യാമ്പ് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്? അതുപോലെ തന്നെ മനോജ് സാർ ഉണ്ട്. ഓക്കെ. നമസ്കാരമുണ്ട് സനുഭായി. നമസ്കാരം. പറയൂ. 2020 ഡിസംബറിലായിരുന്നു ഞാൻ സനൂപായിനെ പരിചയപ്പെട്ടത്. അത് എന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സത്യമായിട്ടും എല്ലാവർക്കും ഞാൻ ഉറപ്പ് വരുന്നു. ഞാൻ 2 ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് പിന്നെ രോഗങ്ങൾക്ക് വരുമ്പോൾ മരുന്നിന്റെ പിറകെ ഓടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് നിർത്തിച്ചു തന്ന എന്റെ സനൂപായിക്ക് ഒത്തിരി സ്നേഹം, നന്ദി. വേറെ ഒന്നും പറയാനില്ല. അടുത്ത ക്യാമ്പിന് വരാം. ഇടയ്ക്കൊന്ന് നമ്മുടെ കാറ് സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും പോലെ നമ്മുടെ അതെ. പിന്നെ ആരോഗ്യശാസ്ത്രത്തെ കുറിച്ച് കൃത്യമായിട്ട് സനൂപായി പറഞ്ഞു തരും. ഞാൻ അന്ന് ഗ്യാരണ്ടി തരുന്നു. ഞാനൊരു ബയോളജി അധ്യാപകനാണ്. പക്ഷെ 93 ടീച്ചിങ് ഫീൽഡ് മതിയാക്കി 96 ദുബായി പോയവനാണ്. 96 പോയി. 2021 തിരിച്ചു വരുന്നത്. പിന്നെ വീണ്ടും ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈജീനിക്സ് ലൈഫിലെ ഒരു മെമ്പറാണ് ആക്ച്വലി. പിന്നെ ഇത് ആക്ച്വലി നാച്ചുറൽ ഹൈജീൻ അഥവാ ഓർത്തോപ്പതിയുടെ ഒരു ഭാഗമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട്. ഇത് ജനങ്ങൾ മുഴുവൻ അറിയണം. രോഗം വന്നു കഴിഞ്ഞാൽ ഭയപ്പെടാതെ ടാബ്ലറ്റ്സ് കഴിക്കാതെ തന്നെ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് നമ്മൾക്ക് മികച്ച ഒരു ആരോഗ്യസ്ഥിതി കൊണ്ടെത്താൻ പറ്റുമെന്ന് സനൂപായുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാവരെയും ഇതിലേക്ക് ഞാനും റെക്കമെൻഡ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സനൂപായ്. ഓക്കെ, ബൈ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്കൊരു 6 മിനിറ്റ് സമയം കൂടി ഉണ്ട്. 10 മണിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഓക്കെ, എനി ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ക്യാമ്പിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യം. ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എല്ലാത്തിനെയും ആരോഗ്യം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് കാണുന്നത്. അതായത് നമ്മുടെ മാനസികവും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ്, അല്ലെ? നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മൾ എത്രത്തോളം ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുന്നു, ഹാർമണി പ്ലസ് നിങ്ങളുടെ ഹോപ്പ്, ഇങ്ങനെയുള്ള 3 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സന്തോഷം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനോ പ്രതീക്ഷകൾ ഉണ്ടാക്കിയെടുക്കാനോ പ്രതീക്ഷകൾ തോന്നാനോ അല്ലെങ്കിൽ ചുറ്റുപാടുമായിട്ട് സ്വരൈക്യത്തിൽ ജീവിക്കാനോ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടാതെ നിങ്ങളുടെ പരിസ്ഥിതിയുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടും ചുറ്റുപാടും ഏറ്റവും ആരോഗ്യകരമായി നിലനിർത്തിയില്ല എങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായിട്ട് അത് ബാധിക്കും. അപ്പൊ അതിന്റെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യം, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ സാമൂഹ്യ ബന്ധങ്ങൾ, സമൂഹം എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യന് ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹം എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള സാമൂഹിക ആരോഗ്യം എന്നുള്ളൊരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, അതിനകത്ത് തന്നെ വരുന്ന സംഭവമാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വരാൻ ഉള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും അതിന്റെ ഏറ്റവും ശരിയായ ഒരു വഴിയെ നമ്മൾ ആരോഗ്യം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പോൾ കേവലം പ്രമേഹമോ പ്രഷറോ കൊളസ്ട്രോളോ ഇല്ലാതെ ജീവിക്കുക, അല്ലെ അത് വന്നാൽ തന്നെ അതിനെ ഭക്ഷണ രീതികൾ കൊണ്ടോ യോഗയോ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടോ ക്രമീകരിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, ഇത് ടോട്ടൽ നമ്മുടെ ലൈഫിന്റെ ഒരു സമഗ്രതയാണ് ഹൈജീനിക്സ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എല്ലാ തരത്തിലുമുള്ള ഒരു എന്താ പറയാ ഒരു ക്വാളിറ്റി ലൈഫ്, ഒരു സന്തോഷമുള്ള, ആരോഗ്യമുള്ള, ആയുർദൈർഘ്യം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിതം. പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കിക്കൊണ്ട് പൈസ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ പരമാവധി നമ്മുടെ തന്നെ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്താനുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ എന്നുള്ള രീതിയിൽ, അത് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ജീവിത കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറയും. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ഹൈജീനിക്സ് ലൈഫ് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ഗ്യാരണ്ടി കൂടിയുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ക്യാമ്പിൽ പങ്കെടുത്തിട്ട് നിങ്ങളുടെ ക്യാമ്പിലെ ക്ലാസ്സുകളോ ട്രെയിനിങ് പ്രോഗ്രാംസോ ഒന്നും നിങ്ങൾക്ക് വർത്തായിട്ട് തോന്നിയിട്ടില്ല എങ്കിൽ, ഇത് വളരെ നഷ്ടമായിരുന്നു, ഇവിടെ വന്നിട്ട് വെറുതെ എനിക്ക് യാതൊരു കാര്യം ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ഫീസ് തിരിച്ചു നൽകുമെന്നുള്ള മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയാണ് നിങ്ങളെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുകൂടി പറയാന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് വരാം. കാരണം പലപ്പോഴും നിങ്ങൾ ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന പ്രോഗ്രാമുകളുടെ പരസ്യങ്ങൾ അവിടെ പറയുന്ന പോലെ ആയിരിക്കില്ല അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുക. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മടിയുണ്ടാവും, അല്ലെങ്കിൽ സംശയാലുക്കളായിരിക്കും. അപ്പോൾ യാതൊരു സംശയവും വേണ്ട എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. നമ്മുടെ കഴിഞ്ഞ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത ആൾക്കാരുടെ ഫീഡ്ബാക്ക് വീഡിയോസ് കാണുക, അത് കണ്ടിട്ടും കൂടി ഉറപ്പുവരുത്തുക. പ്ലസ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ള വിഷയം നിങ്ങൾക്ക് വർത്താണോ എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം പരിശോധിക്കുക. അതും കഴിഞ്ഞിട്ട് ക്യാമ്പിലേക്ക് വരിക. എന്നിട്ടും നിങ്ങൾക്ക് ക്യാമ്പ് 4 ദിവസം എക്സ്പീരിയൻസ് ചെയ്തിട്ടും ക്യാമ്പ് നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള മണി ബാക്ക് ഗ്യാരണ്ടി കൂടി നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിന്റെ റെക്കോർഡിങ്സ് ഗ്രൂപ്പിലിടാം. അപ്പോ പിന്നീട് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് 1ഉം 2ഉം ഗ്രൂപ്പാണ് ഞാൻ ലൈവ് ആക്കി വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാ ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി ആണ്. ഇപ്പോ പുകയൂനി നേച്ചർ ക്യാമ്പ് 1 ആൻഡ് ഹൈജീനിക്സ് ലൈഫ് നേച്ചർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് 2, അങ്ങനെ 2 ഗ്രൂപ്പുകളിലാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള രീതിയിൽ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ച് ഞാൻ അതിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം എന്നാ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളൊന്നും ഇല്ലാന്നിരിക്കും. അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ച് ഹൈജീനിക്സ് ലൈഫിന്റെ ഈ ഒരു ഓൺലൈൻ മീറ്റിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞാൻ നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ചിലപ്പോൾ ഇതേ വിഷയമോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആരോഗ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് ഗൂഗിൾ മീറ്റിൽ തന്നെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ വരുന്ന ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ ഫുള്ളായി. നമുക്കിപ്പോ ഒരു ബാച്ചിലേക്ക് നമ്മൾ 15 അല്ലെങ്കിൽ മാക്സിമം 16 പേർക്കാണ് ഒരു ബാച്ചിലേക്ക് ഇപ്പൊ അവസരം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ ഈ ബാച്ചിലേക്ക് 14 പേരോ 15 പേരോ ആയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 2 പേർക്ക്, 1-2 പേർക്ക് കൂടി അവസരം ഉണ്ടാവും. അപ്പൊ ആർക്കെങ്കിലും ഈ ബാച്ചിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാച്ചിലേക്കും കൂടി ചിലപ്പോൾ അവസരം ഉണ്ടാവും. അല്ലെങ്കിൽ മാർച്ച് 7 മുതൽ 10 വരെ, അതുപോലെ തന്നെ മാർച്ച് 28 മുതൽ 31 വരെ, പിന്നെ ഏപ്രിൽ 13 മുതൽ 16 വരെ, ഇങ്ങനെ പലതരത്തിലുള്ള ഡേറ്റുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള, കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് ഡേറ്റിലേക്ക് വേണമെങ്കിലും വരാം. സമ്മർ വെക്കേഷനിൽ ഒരു ടോട്ടൽ ഏപ്രിലും മെയിലും ആയിട്ട് നമ്മൾ ഒരു 6ഓളം ക്യാമ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ടീച്ചേഴ്സ് ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുട്ടികളെയും കൂട്ടി ക്യാമ്പിലേക്ക് പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ സമ്മർ വെക്കേഷൻ ക്യാമ്പുകൾ പരീക്ഷ കഴിഞ്ഞിട്ട്, മാർച്ചിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്യാമ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, ശുഭരാത്രി നേരുന്നു. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് സനുഭായ്. Good night. Thank you, sir. Thank you very much. Welcome.